പുതിയ മൂവിയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷൈൻ ടോം ചാക്കോ ആൻഡ് മാധവ് സുരേഷ്. നമസ്കാരം. നേരത്തെ പറഞ്ഞ ഈ ഗ്രൗണ്ടിങ്ങിന്റെ കാര്യം നാടനടിയാ. ഗാങ്സ്റ്റർ ലൈഫ് എന്താണെന്ന് അറിയാവുന്ന ആൾക്കാർക്ക് ഒരുപാട് എക്സ്പ്ലനേഷൻ വേണ്ടി വരത്തില്ല. നമ്മൾ ഈ സിനിമയിൽ ആക്ഷൻ ഏത് സ്റ്റൈലിലാണ് പോയിരിക്കുന്നത്. അറിയാത്തവർക്ക് തീർച്ചയായിട്ടും ഇതൊരു എന്റർടൈനർ ആയിരിക്കും. കാര്യം എത്രയൊക്കെയാണ് ഒരു സിനിമ ആൾക്കാർ പോകുന്നത് അവരുടെ ടൈമിന് വർത്ത് ആവാനാണ്. അവർക്ക് എന്റർടൈൻമെന്റിന് വേണ്ടിയാണ് സിനിമ കാണുന്നത്. എനിക്ക് നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഓപ്പൺ ആയിട്ട് ചെയ്യാൻ പറ്റാറുണ്ട്. ജീവിതത്തിൽ എപ്പോഴും നന്നായി പെരുമാറാനും നന്നായി ബിഹേവ് ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ. അല്ലെങ്കിൽ മറ്റൊരാൾ വിചാരിക്കുന്നത് പോലെ പെരുമാറാം നമ്മൾ വളരെയധികം കമ്പൽ ചെയ്യപ്പെടുന്നുണ്ട്. ഒരുപാട് ട്രോൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഫേസ് ചെയ്ത് വന്നിട്ടുണ്ട്. അത് എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്? ഇവര് പറയുന്ന കാരണമല്ല നമ്മുടെ പ്ലേറ്റിൽ ഭക്ഷണം എത്തുന്നത്. നമ്മുടെ വീട്ടില് കറണ്ട് ഉള്ളതും ഒരു വീടുള്ളതും ഒക്കെ ഇവരാരും പറയുന്ന വാക്കുകൾ കൊണ്ടല്ല. പ്രേക്ഷകര് കണ്ട് ഇപ്പൊ ആസ് എൻ ആക്ടർ ഇപ്പൊ ഞാൻ ഏൺ ചെയ്യാൻ പോകുന്ന ഓരോ റുപ്പിയും പ്രേക്ഷകന്റെ കാശ് തന്നെയാണ്. അവര് എന്റെ സിനിമ വിജയിപ്പിച്ച് അതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന റെമ്യൂണറേഷനോ പ്രോഫിറ്റ് ഷെയർ അത് തന്നെയാണ് എന്റെ ലൈഫ് ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഇല്ലാത്ത കാര്യമാണ് നമുക്ക് അറിയാവുന്ന കാര്യത്തിന് ഒരു പരിധി കൂടുതലാകുമ്പോഴത്തേക്കും ഇമോഷണലി നമ്മൾ നം ഡൗൺ ചെയ്യും. എല്ലാരും ഇങ്ങനെ പറയത്തുള്ളൂ എന്ന് പറഞ്ഞ് സത്യം പോലും പിന്നെ കേൾക്കാനുള്ള ഒരു മൈൻഡ് സ്പേസ് നമുക്ക് കാണത്തില്ല. നമസ്കാരം. വെൽക്കം ടു ദ കെന്ന ഷോ. അപ്പൊ ഇന്ന് എന്റെ ഷോയിലുള്ളത് അംഗം അട്ടഹാസം എന്ന പുതിയ മൂവിയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷൈൻ ടോം ചാക്കോ ആൻഡ് മാധവ് സുരേഷ്. നമസ്കാരം. അപ്പൊ നാളെയാണ് അല്ലെ നമ്മുടെ മൂവി റിലീസ് ആവുന്നത്. അപ്പൊ സെർച്ചിങ് ഒക്കെ ചെയ്യുമ്പോഴത്തേന് നമുക്ക് കിട്ടുന്ന ഒരു ടൈറ്റിൽ എന്ന് വെച്ചാൽ റോ ഗാങ്സ്റ്റർ ഫിലിം എന്നാണ് അംഗം അട്ടഹാസം. അപ്പൊ ഷൈൻ ചേട്ടാ, അത് തന്നെയാണോ മൂവി? ഇത് അതിനേക്കാൾ ഉപരി ഗാങ്സ്റ്റർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ വ്യക്തികളുടെ പേഴ്സണൽ ലൈഫ് കുറച്ചും കൂടി ഡീറ്റെയിൽ ചെയ്ത് കാണിക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മള് എന്താണോ ഈ പറയുന്ന ഗാങ്സ്റ്റർ ആക്ടിവിറ്റി, ആ ആക്ടിവിറ്റിക്ക് ശേഷം അവരുടെ ലൈഫിൽ സംഭവിക്കുന്നത്, ആ ആക്ടിവിറ്റിയിലേക്ക് എത്തിക്കുന്ന അവരുടെ ലൈഫ്, അതൊക്കെയാണ് കൂടുതലായിട്ട് ഇതിൽ ഡീറ്റെയിൽ ചെയ്ത് കാണിക്കുന്നത്. കൂടുതലായിട്ട് ഓക്കെ. മാധവന് ഈ ഒരു മൂവിയിലേക്ക് എന്താ ഒരു എക്സൈറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ഇത് തന്നെയാണോ? ഒരു ഗാങ്സ്റ്റർ മൂവി അങ്ങനത്തെ ഒരു വൈബ് കിട്ടിയോണ്ടാണോ? ഫസ്റ്റ് 2 സിനിമ കഴിഞ്ഞ് മൂന്നാമത്തെ സിനിമ കിട്ടുന്നതായിരുന്നു എനിക്ക് ഇതിലെ ഏറ്റവും എക്സൈറ്റിംഗ് ആസ്പെക്ട്. ബട്ട് ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ആക്ഷൻ സിനിമ ചെയ്യുക, അതിലിങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ എത്രത്തോളം ഫിസിക്കൽ ടോൾ നമ്മുടെ ദേഹത്ത് ഉണ്ടാവും, ഇഞ്ചുറീസ്, റിസ്ക്, എവറിത്തിങ്, എനിക്ക് അതൊക്കെ ഒരു എക്സൈറ്റിംഗ് ആസ്പെക്ട് ആയിട്ട് തോന്നി. അതായത് എനിക്ക് ഇതുവരെ ഒരു ആക്ഷൻ സിനിമ ഔട്ട് ആൻഡ് ഔട്ട് ചെയ്യാൻ ഒരു അവസരം കിട്ടിയിട്ടില്ല. ചാൻസ് ഫോർ ദാറ്റ്, മൈ ഫസ്റ്റ് ചാൻസ്. അത്രയും തന്നെയായിരുന്നു ഈ സിനിമ. ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് വന്ന് ഫസ്റ്റ് കേൾക്കുന്ന തൊട്ട് സിനിമ ചെയ്യുന്നവരെ എത്തുന്ന ഒരു ജേർണി തന്നെ വളരെ ലോങ് ആയിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ പണിയെടുത്ത ഒരാളാണ് സുജിത്താടൻ, ഡയറക്ടർ. സോ അദ്ദേഹത്തിന് മാർക്ക് ഉണ്ടാക്കാനുള്ള സിനിമയാണ്. മോർ ദാൻ ദിസ് മൂവി ഈസ് അബൌട്ട് മീ, ദിസ് ഫിലിം ഈസ് അബൌട്ട് ഹിം, ഹിസ് വർക്ക് ആസ് എ ഡയറക്ടർ. കാര്യം ഈ സിനിമയിൽ ഞാനില്ലെങ്കിലും ഈ സിനിമ നന്നാവും എനിക്കറിയാം. ബട്ട് സുജിത്താടൻ ഇല്ലെങ്കിൽ ഈ സിനിമ എത്രത്തോളം ആവും എന്നുള്ളതിൽ എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. മാധവ് സംസാരിക്കുമ്പോൾ ഭയങ്കര ഒരു പ്രതീക്ഷയും എക്സൈറ്റിംഗ് ഒക്കെയാണ്. ഇപ്പൊ ഷൈൻ ചേട്ടന് ഒരുപാട് റോൾസ് ചെയ്തേക്കുന്ന ഒരു വ്യക്തിയാണ്. കൊമിക് ആയിക്കോട്ടെ, ഇന്റൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റോ ആയിക്കോട്ടെ, ഒരുപാട് റോൾസ് ചെയ്തേക്കുന്നത്. ഷൈൻ ചേട്ടൻ എപ്പോഴാണ് ഒരു റോൾ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നത്? എങ്ങനത്തെ ജോണർ ആക്ട് ചെയ്യുമ്പോഴാണ്? എനിക്ക് നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഓപ്പൺ ആയിട്ട് ചെയ്യാൻ പറ്റാറുണ്ട്. ജീവിതത്തിൽ എപ്പോഴും നന്നായി പെരുമാറാനും നന്നായി ബിഹേവ് ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണല്ലോ നമ്മൾ. അല്ലെങ്കിൽ മറ്റൊരാൾ വിചാരിക്കുന്നത് പോലെ പെരുമാറാം നമ്മൾ വളരെയധികം കമ്പൽ ചെയ്യപ്പെടുന്നുണ്ട് ജീവിതത്തിൽ. അതായത് മറ്റുള്ളവരെ ദ്രോഹിക്കുക എന്നുള്ളതല്ല എൻ്റെ അർത്ഥം. നമ്മുടേതായ ശൈലിയിൽ നമ്മൾ പെരുമാറുമ്പോഴും നമ്മൾ ജീവിക്കുമ്പോഴും അത് പിന്നെ ഒരുപാട് വിമർശനങ്ങൾ സംഭവിക്കാറുണ്ട്. പക്ഷെ സിനിമയിൽ മാത്രമാണ് നമ്മുടേതായ, അത് നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴാണ് നമ്മുടേതായ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് അതിൽ കൊണ്ടുവരാൻ പറ്റുന്നത്. അതായത് നമ്മൾ മോശമായത് കൊണ്ടല്ല, ഒരു ക്യാരക്ടർ വൈസ് നമുക്ക് ബിഹേവ് ചെയ്യാൻ പറ്റുന്നത് അപ്പോഴാണ്. നമ്മുടെ ഉള്ളിലുള്ള എല്ലാ നെഗറ്റീവ്നെസ്സും അല്ലെങ്കിൽ എല്ലാ മോശത്തരങ്ങളും നമുക്ക് ഒരു ക്യാരക്ടറിലൂടെ കൊണ്ടുവരാൻ പറ്റുന്നത് നെഗറ്റീവ് ഷെയ്ഡ്സ് ചെയ്യുമ്പോഴാണ്. അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്നത് പോലെ തന്നെ
പടത്തിലും നമ്മൾ ചെയ്യേണ്ടി വരും. നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുന്ന സമയത്ത് ഒരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുമ്പോൾ നമ്മളുള്ള എല്ലാ തിന്മകളെയും നമുക്ക് ആ ഷെയ്ഡുകളെയും നമുക്ക് പുറത്തു കൊണ്ടുവരാം. മറ്റൊരാളെ വെറുപ്പിക്കുന്നത്ര വെറുപ്പിക്കാൻ തീരെ ഇഷ്ടമല്ലാത്ത കൂട്ടത്തിലല്ലേ? വെറുപ്പിക്കാൻ തീരെ ഇഷ്ടമില്ലാത്ത കൂട്ടത്തിലാണ്. ആ ഒരു സൈഡ് നമ്മുടെ ഉള്ളിലുണ്ടല്ലോ. നമ്മളോട് നന്നായി പെരുമാറാനാണല്ലോ നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പൊ നല്ലതല്ലാത്ത പെരുമാറ്റമാണല്ലോ നമ്മുടെ ബേസിക് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഒരു സംഭവമാണല്ലോ നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ളത്. അതിനെ നമ്മള് ഒരു സൊസൈറ്റിയിൽ ജീവിക്കാൻ വേണ്ടി പാകപ്പെടുത്തി എടുക്കുന്നതാണ് നമ്മുടെ സ്വഭാവത്തിൽ. ഇങ്ങനെയൊക്കെ പെരുമാറണം, ഇങ്ങനെയൊക്കെ സംസാരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് ഉള്ള ഒരു കൂട്ടില്. മറ്റത് അതിനെല്ലാം നമുക്ക് കാറ്റിൽ പുറത്ത്, അല്ലെങ്കിൽ അതിനൊരു ലിമിറ്റേഷൻസ് ഇല്ല. അപ്പൊ അത് ഏറ്റവും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്തത് ഇഷ്ക് എന്ന് പറഞ്ഞ പടം ചെയ്യുമ്പോഴാണ്. അത് വെച്ച് നമ്മൾ അങ്ങനത്തെ ഒരാളല്ല. നമ്മളുള്ള ആ ഡീറ്റെയിലിങ്, അത്രയും മൈന്യൂട്ട് ഡീറ്റെയിൽ വരെ നമുക്ക് ഒരാളെ വെറുപ്പിക്കാൻ സഹായിക്കുന്നതാണ്. അല്ലെങ്കിൽ വെറുപ്പിക്കാൻ, എത്രത്തോളം വെറുപ്പിക്കാം ഒരാളെ, അത് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. പക്ഷെ ഇതിൽ അങ്ങനെ എത്രത്തോളം വെറുപ്പിക്കാന്നുള്ളുപരി ഈ വെറുപ്പിക്കുന്നതിന് ശേഷം നമുക്ക് നേരിടേണ്ടി വരുന്ന നമ്മുടെ ജീവിതം, അതിനുശേഷം എന്താണ് ആ ഒരു അടി, അല്ലെങ്കിൽ ആ ഒരു ഇടിക്ക് ശേഷം എന്താണ് ഇയാളുടെ ജീവിതം, ഇയാളുടെ ജീവിതം എങ്ങനെയായിരുന്നു, ഇയാൾ എങ്ങനെയായിരുന്നു പിന്നെ അതിനുശേഷം ജീവിച്ചത്, അതിജീവിച്ചത്, എങ്ങനെയാണ് ഇയാള് സാധാരണ ഒരാളെ പോലെ തന്നെ ഇയാൾ ജനിക്കുന്നു, അല്ലെങ്കിൽ ഇയാളുടെ മരണം അങ്ങനെ തന്നെയായിരിക്കും. പക്ഷെ ആ മരണം വരെ ഇയാൾ എങ്ങനെയായിരുന്നു, 4 ആള് കൂടിയുള്ളപ്പോഴും 4 കാശ് കൂടിയുള്ളപ്പോഴും അല്ല, ഈ 4 ആളും ഈ 4 കാശും കൂടെ ഇല്ലാത്തപ്പോ ഇയാൾ എങ്ങനെ അവസാനിച്ചു, ഇയാൾ എങ്ങനെ അതിജീവിച്ചു എന്നുള്ളതിനെയാണ് ഇതിൽ കൂടുതലായിട്ട് നമ്മൾ കാണിക്കുന്നത്. അത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സുജിത്തിന്റെ ഹാർഡ് വർക്ക്, എപ്പോഴും ഡയറക്ടറിന്റെ കലയാണ് സിനിമ. ബാക്കി ഒരുപാട് കലകള് സംഗമിപ്പിച്ച് ഈ ഒരു സംഭവം ഉണ്ടാക്കുകയാണ്. മൂവി എന്ന് പറയുന്ന ഒരു കല, അത് എപ്പോഴും ഡയറക്ടറിന്റെ കലയാണ്. നിങ്ങൾ രണ്ടുപേരെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് നിങ്ങൾക്ക് ക്രിറ്റിസിസം ഒരുപാട് നേരിട്ടിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ രണ്ടുപേരും. അതുപോലെ തന്നെ ട്രോൾസും ഒരുപാട്. ക്രിറ്റിസിസം എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് എടുത്ത് ബെറ്റർ ആവാൻ പറ്റുന്ന ഒരു സാധനമല്ലേ ക്രിറ്റിസിസം. എന്നാലും അങ്ങനെ മോസ്റ്റ്ലി ഫോർ ഹിം, ആളെ മനസ്സിലാക്കാതെ ഏറ്റവും കൂടുതൽ എനിക്കൊക്കെ കേട്ടെ എത്ര അപ്പുറം കേട്ടിരിക്കുന്ന ഒരു രീതി. പക്ഷെ അതിന്റെ അറിയാത്ത ആൾക്കാരാണ് ഈ സംസാരിക്കുന്നത്, മനസ്സിലാക്കാതെ തന്നെ ചെയ്യുന്നത്. അത് ക്രിറ്റിസിസം എന്ന് പറയാൻ പറ്റത്തില്ല, ദാറ്റ്സ് ഇൻസൾട്ട്. അപ്പൊ അല്ലെങ്കിൽ സോഷ്യൽ ബുള്ളിങ്, ഞാൻ ആ വർക്ക് സോഷ്യൽ ബുള്ളിങ്ങും അല്ലെങ്കിൽ ട്രോൾസ് ഒക്കെ ഒരുപാട് നേരിട്ടിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ രണ്ടുപേരും. അപ്പം അതിൽ നിന്നൊക്കെ എങ്ങനെ, ലൈക്ക് നമ്മളെ ഇത് പറഞ്ഞ പോലെ തന്നെ നമ്മളൊന്നും അറിയില്ലാത്തവര് ചുമ്മാ എവിടെയോ അവിടെ കണ്ട ഒരു സോഷ്യൽ വീഡിയോ അല്ലെങ്കിൽ ആരുടെങ്കിലും ഫോണിൽ നിന്ന് എടുത്ത ഒരു വീഡിയോയിൽ ജഡ്ജ് ചെയ്ത് ഒരുപാട് ട്രോൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഫേസ് ചെയ്ത് വന്നിട്ടുണ്ട്. അത് എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്? കാരണം നമ്മൾ എത്ര സെലിബ്രിറ്റീസ് ആയാലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് പ്രതികരിക്കണം എന്ന് തോന്നും, പക്ഷെ നിങ്ങൾ അതെല്ലാം കൂൾ ഡൗൺ ആയിട്ട് എടുക്കുന്ന രണ്ട് വ്യക്തികളാണ്. അപ്പൊ അതെങ്ങനെ മാധവ് എങ്ങനെ നോക്കിക്കാണുന്നേ? അത് വലിയൊരു കാര്യമൊന്നുമല്ല. ആസ് സിമ്പിൾ ആസ് ഇഗ്നോറിംഗ് ഇറ്റ് സംടൈംസ്. എപ്പോഴും നമുക്കത് പറ്റത്തില്ലെന്നേ ഉള്ളൂ. ദ വേ ടു ഗോ ഇസ് യു ഇഗ്നോർ ഇറ്റ്. കാര്യം ഇവര് പറയുന്ന കാരണമല്ല നമ്മുടെ പ്ലേറ്റിൽ ഭക്ഷണം എത്തുന്നത്, നമ്മുടെ വീട്ടില് കറണ്ട് ഉള്ളതും ഒരു വീടുള്ളതും ഒക്കെ ഇവരാരും പറയുന്ന വാക്കുകൾ കൊണ്ടല്ല. പ്രേക്ഷകര് കണ്ട് ഇപ്പൊ ആസ് എൻ ആക്ടർ ഇപ്പൊ ഞാൻ ഏൺ ചെയ്യാൻ പോകുന്ന ഓരോ റുപ്പിയും പ്രേക്ഷകന്റെ കാശ് തന്നെയാണ്. അവര് എന്റെ സിനിമ വിജയിപ്പിച്ച് അതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന റെമ്യൂണറേഷനോ whatever profit share, whatever that is, അത് തന്നെയാണ് എന്റെ ലൈഫ് ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അതേ സമയത്ത് ഇതേ പ്രേക്ഷകൻ നമ്മളെ പറ്റി അഭിനയത്തിന്റെ കാര്യത്തിലോ എന്തെങ്കിലും ഉള്ള കാര്യത്തിലോ പറയുമ്പോൾ നമ്മൾ കേൾക്കുകയും ചെയ്യും. വാട്ട് ഹാപ്പൻസ് ഇസ്, ഇല്ലാത്ത കാര്യമാണ് നമുക്ക് അറിയാവുന്ന കാര്യത്തിന് ഒരു പരിധി കൂടുതലാകുമ്പോഴത്തേക്കും ഇമോഷണലി നമ്മൾ നം ഡൗൺ ചെയ്യും. എല്ലാരും ഇങ്ങനെ പറയത്തുള്ളൂ എന്ന് പറഞ്ഞ് സത്യം പോലും പിന്നെ കേൾക്കാനുള്ള ഒരു മൈൻഡ് സ്പേസ് നമുക്ക് കാണത്തില്ല. അതിലോട്ട് ആരെയും കൊണ്ട് എത്തിക്കല്ലേ എന്ന് ഞാൻ റിക്വസ്റ്റ് ആയിട്ട് എല്ലാവരും പറഞ്ഞിട്ടുള്ളൂ. ബി കൈൻഡ് ടു ഈച്ച് അതർ. ഐ ഫീൽ ലൈക്ക് ഈ സോഷ്യൽ മീഡിയ ബുള്ളിങ്ങും ഇൻസൾട്ടിങ്ങും അല്ല, പൊതുവെ എനിത്തിങ് നെഗറ്റീവ് ഇൻ ലൈഫ് ഐ ഫീൽ ലൈക്ക് ഇറ്റ് ക്യാൻ ബി ഫിക്സ്ഡ് വിത്ത് കൈൻഡ്നെസ്. നമ്മൾ അങ്ങോട്ട് കൈൻഡ് ആവുക, അതേപോലെ ഇങ്ങോട്ട് കൈൻഡ്നെസ് പ്രതീക്ഷിക്കുക. കിട്ടിയില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മളോടനെ ആള് മാറേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഗെറ്റ് ഔട്ട് ഓഫ് ദറ്റ് സിറ്റുവേഷൻ. നമുക്ക് കൈൻഡ്നെസ് തരാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അത് വേണ്ട. അവിടെ നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യാനും എക്സിസ്റ്റ് ചെയ്യാനും അല്ലേ. നമുക്ക് ആരുടെ ചോദിച്ചാലും ആരെയാലും പറയൂ എനിക്ക് സ്ട്രെസ്ഫുൾ എൻവയോൺമെന്റ് ആണ് വേണ്ടത് ജീവിതത്തിൽ. നോ വൺസ് ഗോണ സേ ദാറ്റ്. എല്ലാവർക്കും വേണ്ട സമാധാനം. ആ സമാധാനം ക്രിയേറ്റ് ചെയ്യേണ്ടത് നമ്മൾ സ്വയമേയും
തമ്മിലുമാണ്. ഇപ്പൊ ഫസ്റ്റ് മൂവി എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് ട്രോൾസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോഴും ഇങ്ങനെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സോഷ്യൽ മീഡിയ വരണം. അപ്പൊ അതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് മാധവ് പഠിച്ചത്, അല്ലെങ്കിൽ കമ്മിങ് ടു തേർഡ് മൂവിയിൽ എത്തി നിൽക്കുമ്പോൾ ഒരു ആക്ടർ എന്ന നിലയിൽ എത്രത്തോളം ഉയർന്നിട്ടുണ്ട് സ്വയം ഒന്ന് വിലയിരുത്തുമ്പോ? പഠിച്ച കാര്യങ്ങൾ എനിക്ക് ഇതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യാനും പറ്റിയിട്ടില്ല. ഉറക്കം എന്ത് ഇമ്പോർട്ടന്റ് ആണ് ഫോർ എൻ ആക്ടർ. നമ്മള് എത്രയൊക്കെ ഉറക്കം ഇല്ലാതിരുന്നാലും എങ്ങനെ ഒരു സ്ക്രീനിൽ അപ്പിയർ ചെയ്യുന്നതിന് മുന്നേ ആ ഉറക്കമില്ലായ്മ അറിയിക്കാതെ അപ്പിയർ ചെയ്യണം. ഇങ്ങനത്തെ കുറച്ച് ട്രിക്സ്. ദി ഇമ്പോർട്ടൻസ് ഓഫ് മേക്കപ്പ് ആസ് മച്ച് എസ് എനിക്ക് ഇപ്പൊ ഈ ഇന്റർവ്യൂവിനായാലും ഒരു ഇന്റർവ്യൂവിന് ഞാൻ മേക്കപ്പ് ഇട്ട് ഒരുങ്ങിപ്പോയി ഇരുന്നിട്ടില്ല. എനിക്ക് അതിന് ശീലമില്ല. പക്ഷെ ആ certain tricks that you can only get with experience. നമ്മൾ നിന്ന് അനുഭവിക്കാന്ന് പറയാൻ പറ്റിയ സഫർ എന്നല്ല, എക്സ്പീരിയൻസ് ചെയ്ത് അനുഭവത്തിന്റെ പിന്നിൽ വരുന്ന ലെസൺസ് ആയിരിക്കും നമുക്ക് മുന്നോട്ട് ഇതൊരു ആക്ടർ എന്ന നിലയിൽ മുന്നോട്ട് പോകാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അതേപോലെ ചുരുക്കം ലെസൺസ് എനിക്ക് ഇതേപോലെ ഇപ്പൊ ഞാൻ പറഞ്ഞ മെൻഷൻ ചെയ്ത പോലത്തെ വളരെ ലൈറ്റ് കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ആസ് എ പാർട്ട് ഓഫ് മൈ ലേണിംഗ്. ഒരു പരിധി കൂടുതൽ ഈ സിനിമയിൽ എന്നെ എന്തെങ്കിലും ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ that was quite frankly the hate I was getting, not the criticism, the hate, to silence the hate. അതായിരുന്നു എന്റെ മെയിൻ മോട്ടിവേറ്റിംഗ് ഫാക്ടർ. At the same time, the love that I get from the people are the reason I can stay strong. എനിക്ക് ഇങ്ങനെ ഒരു കരുത്ത് തരുന്നതും ആ സപ്പോർട്ട് തന്നെയാണ്. അതില്ലാതെ എനിക്ക് ഹെയ്റ്റിനെ ഫേസ് ചെയ്യാനും പറ്റത്തില്ല. So yeah, I lost track of where we were going with this, but ഈ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഷൈൻ ചേട്ടനോട് ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാൻ, ഈ ക്രിറ്റിസിസം ട്രോൾസ് ഒക്കെ വരുമ്പോഴത്തേനും നമ്മളെ സോഷ്യൽ മീഡിയ ഒരു അപ്പിയർ ഇമേജ് വെച്ചാണ് എല്ലാവരും ഇത് നമ്മൾ നേരിട്ടോണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ചേട്ടൻ നേരിട്ടോണ്ടിരിക്കുക. അപ്പൊ അതിനെങ്ങനെ ഓവർകം, അല്ലെങ്കിൽ അത് എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരു 0.5 എങ്കിലും എഫക്ട് ചെയ്തിട്ടുണ്ടോ ഷൈൻ ചേട്ടന്? 1000 പേര് നമ്മളെ പറ്റി മോശം പറയുന്നതുകൊണ്ട് നമ്മള് ആ മോശക്കാരനാവുന്നില്ല. അതേപോലെ തന്നെ 10,000 പേര് നമ്മളെ പറ്റി നല്ലത് പറയുന്നതുകൊണ്ട് നമ്മൾ അതേപോലെ ആവുന്നില്ല. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമ്മൾ എങ്ങനെയാണോ അതേപോലെ തന്നെയായിരിക്കും നമ്മൾ. അത് പുറത്തുനിന്ന് ആളുകൾ പറയുന്നതിനെ അപേക്ഷിച്ചായിരിക്കരുത് ഒരിക്കലും. അല്ലെങ്കിൽ 100 പേര് നമ്മളെ പറ്റി നല്ലത് പറയുന്നതുകൊണ്ട് ഞാനൊരിക്കലും നല്ലൊരാളാവണമെന്നില്ല. 1000 പേര് എന്നെ കുറ്റി മോശം പറയുന്നതുകൊണ്ട് ഞാൻ മോശക്കാരനും ആവുന്നില്ല. ഞാൻ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഞാൻ അത് മാക്സിമം എത്രത്തോളം ഞാൻ എങ്ങനെയാണോ അതേപോലെയാണ് നിങ്ങളുടെ മുന്നിൽ എന്നെ പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഒരു മോശക്കാരനായിട്ടായിരിക്കും ഞാൻ എന്നെ തന്നെ കാണിക്കുള്ളൂ. അങ്ങനെ തന്നെ ആയിട്ടല്ല. പക്ഷെ എന്നെ പറ്റി പറയുന്നതിൽ അധികവും ആളുകൾ എന്നെ കാണാത്തവരാണ്. കണ്ടവര് പറയുന്നുണ്ടോ എന്നറിയില്ല. കാണാത്ത ആളുകൾ, ഇതേപോലെ നമ്മളെ പറ്റി യാതൊരു പരിചയവും ഇല്ലാത്ത, നേരിട്ട് ഇതുവരെ കാണാത്തതുമായിട്ടുള്ള ആളുകളാണ് അഭിപ്രായം പറയുന്നത്. അവരുടെ ഒരു അഭിപ്രായം മാത്രമാണ്, അവരുടെ ജീവിതത്തിലെ ഒരു സമയത്ത് ഒരു നിമിഷത്തെ ഒരു അഭിപ്രായം മാത്രമാണത്. അതല്ല നമ്മളെന്ന് നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ എല്ലാം നമ്മളെന്ന് നമുക്ക് മനസ്സിലാവുന്ന സമയത്ത് അതല്ല നീ എന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു സമയത്ത് നമ്മൾ ഇതിനൊക്കെ ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ അതിനെതിരെ അല്ലെങ്കിൽ പോരാടുക, അല്ലെങ്കിൽ അവനെതിരെ റിവെഞ്ച് എടുക്കുക, അല്ലെങ്കിൽ അതിനെതിരെ റിവെഞ്ച് എടുത്ത് എന്നല്ല. പക്ഷെ അതിൽ നിന്ന് നിനക്ക് മുന്നോട്ട് പോവാൻ സഹായിക്കുന്നത് എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും രീതിയിൽ? അതൊരു ഒരു ഒരു റിവെഞ്ച് എന്നുള്ള രീതിയിൽ അതിനൊരു ആവേശം നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പുഷ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതെടുത്ത് അതിനെ ഇഗ്നോർ ചെയ്യാം. ആ വ്യക്തിയെ ഇഗ്നോർ ചെയ്യുക. ആ കാരണത്തിനെ നമ്മൾ ഒരു എനർജി ആയിട്ട് എടുത്ത് നമുക്ക് മുന്നോട്ട് പോകാനുള്ള എന്തെങ്കിലും ഒരു പുഷ് തരാൻ പറ്റുകയാണെങ്കിൽ അതിനെ ഉപയോഗിക്കാം. ഇങ്ങനത്തെ ഡൗൺ ഫേസിൽ ഏതായിരിക്കും ഒരു പുഷ് ബട്ടൺ ഏതാ ഷൈൻ ചേട്ടൻ? ഇങ്ങനെ ഒരുപാട് ഡൗൺ ആയിട്ട് ഇരിക്കുമ്പോഴത്തേനും ആ ഒരു പെട്ടെന്ന് എണീക്കാൻ പറ്റുന്ന ഒരു എനർജി എവിടെ നിന്നായിരിക്കും കിട്ടുന്നത്? അത് മൂവി ചെയ്യുമ്പോഴാണോ അതോ സംതിങ്? അല്ലെങ്കിൽ എനിക്കധികം ചെറുപ്പകാലത്ത് ഞാൻ കേട്ടിട്ടുള്ള പാട്ടുകളിൽ നിന്നാണ് എപ്പോഴും എനിക്ക് ഉണർവുണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഓണാക്കുന്നത്. 85 ശേഷം ഞാൻ റേഡിയോയിൽ കേട്ടിട്ടുള്ള താളവട്ടം ചിത്രം, അല്ലെങ്കിൽ അമരം പോലെയുള്ള ചിത്രങ്ങളിലുള്ള പാട്ടുകൾ ഞാൻ റേഡിയോസിലൂടെയാണ് ഞാൻ ആദ്യം. അന്ന് റേഡിയോയില് ചലച്ചിത്ര ഗാനങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ആ ഗാനങ്ങൾ കേൾക്കുമ്പോൾ, പ്രത്യേകിച്ചും ലാലേട്ടനും MG ശ്രീകുമാറും തമ്മിലുള്ള പാട്ടുകളുണ്ട്. ലാലേട്ടന്റെ പടത്തിൽ MG ശ്രീകുമാർ പാടിയ
പ്രിയദർശന്റെ പടങ്ങളിലെ പാട്ടുകളുണ്ട്. ഇത് ഭയങ്കര ഹൈ ആക്കും. ഇപ്പോഴും അത് തന്നെയാണ് ഫോളോ അത് തന്നെയാണ് ഹൈ ആക്കാൻ. അപ്പൊ അനിയൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ഞാൻ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ പാട്ടുകൾ ഇട്ട് വരും. അപ്പൊ തന്നെ ഒരു എനർജിയും കാര്യങ്ങളൊക്കെ വരും. അതാണ് നമ്മളെ, അവിടെ നിന്നാണ് നമ്മുടെ പ്രതീക്ഷകളും എനർജി ഒക്കെ ഉണ്ടാവുന്നത്. ഓക്കെ ഓക്കെ. ഇപ്പൊ ഞാൻ ബ്രദറിനെ കണ്ടപ്പോഴാണ്, ഞാൻ ഇപ്പൊ ഓൾമോസ്റ്റ് നമ്മുടെ പപ്പ 1 ഇയർ ആകാൻ പോകും. 1 ഇയർ ജൂണിലല്ലേ, നെക്സ്റ്റ് മന്ത്. അപ്പം ഇപ്പൊ ഞാൻ ബ്രദറിനെ കണ്ടപ്പോഴും എനിക്ക് പെട്ടെന്ന് ഷൈൻ ചേട്ടന്റെ ഒപ്പം എപ്പോഴും പപ്പ ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ എവിടെ പോയാലും ഭയങ്കര ഒരു സ്ട്രോങ്സ്റ്റ് ആയിട്ട് ഒരു ബാക്ക് ബോൺ. എനിക്ക് തോന്നുന്നു ഷൈൻ ചേട്ടനെ ഏറ്റവും മനസ്സിലാക്കിയിരിക്കുന്നതും പപ്പ തന്നെയാണ്. അവര് കണ്ടെടുത്തതും അവരുണ്ടാക്കിയെടുത്തതും ഒക്കെയാണല്ലോ. അതെ അതെ. കൂടുതൽ മനസ്സിലാക്കി. എപ്പോഴും പപ്പയുടെ ഒരു പ്രസൻസ് എങ്ങനെയാ ജീവിതത്തിൽ എപ്പോഴും കൊണ്ടു നടക്കുന്നത് എങ്ങനെയാ ഷൈൻ ചേട്ടൻ? പപ്പയും അമ്മയും കൂടിയിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. പപ്പ എപ്പോഴും മുൻപന്തിയിൽ നിൽക്കാറില്ലെങ്കിലും അതിന്റെ അമ്മയുടെയും ബാക്ക് ബോൺ പപ്പയാണെന്നുള്ളത് പപ്പ പോയി കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. പലപ്പോഴും പപ്പ എന്താണ് ചെയ്യണത് അല്ലെങ്കിൽ എന്താണ് ഇത്രയും ചെയ്യുന്നതെന്ന് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ടെങ്കിലും, കാരണം എല്ലാ ചെറുപ്പം മുതലേ തന്നെ ഡാൻസിനാണെങ്കിലും പാട്ടിന്, ഈ പറയുന്ന മോണക്കിനാണെങ്കിലും അല്ലെങ്കിൽ കഥാപ്രസംഗത്തിനാണെങ്കിലും എല്ലാ കലാപരമായിട്ടുള്ള പരിപാടികൾക്കാണെങ്കിലും എന്നെ ഡയറക്റ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുക അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് മമ്മി അല്ലെങ്കിൽ മമ്മിയുടെ സൈഡാണെങ്കിലും, ഇതിനെല്ലാം മമ്മിക്ക് സപ്പോർട്ടായിട്ട് നിന്നതും നമ്മളൊരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് എത്തിക്കുന്നതും ഇതിനെല്ലാം ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഡാഡി ആണെന്നുള്ളത് നമുക്ക് ഡാഡി മിസ്സായി കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഡാഡി കലാപരമായിട്ട് ഒരു പാട്ട് പോലും പാടുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും മമ്മി ആണ്. പക്ഷെ ആ മമ്മിക്ക് അങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും പ്രോത്സാഹിപ്പിക്കാനും ഉള്ള ആ ഒരു സപ്പോർട്ട് കൊടുത്തിരുന്നത് ഡാഡിയാണെന്നുള്ളത് ഡാഡി മിസ്സായി കഴിയുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ, നമ്മുടെ ഡെയിലി ലൈഫിലുള്ള എല്ലാവരും പല വഴിക്ക് സ്പ്ലിറ്റായി പോവുക, അതിനെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് ഈ ഫാദർ എന്ന് പറയുന്ന ഒരു വ്യക്തി ചെയ്തിരുന്നത് എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാവും. അതില്ലാതെയാകുമ്പോഴാണ് മനസ്സിലാവണം. അത് അങ്ങനെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ്. പക്ഷെ നമ്മൾ വിചാരിച്ചത് ഇതൊക്കെ ഇങ്ങനെ നടന്നോളും എന്നാണ് എല്ലാ കാര്യങ്ങളും. പക്ഷെ അതില്ലാതെയാകുമ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പൊ അവര് മനസ്സിലാക്കിയെടുത്തോളം അല്ലെങ്കിൽ അവര് മനസ്സിലാക്കിയെടുത്തോളം വേറെ ആരും നമ്മളെ മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റില്ല. അതിനപ്പുറത്തേക്ക് നമുക്കും മനസ്സിലാക്കാൻ പറ്റില്ല നമ്മുടെ ചെറുപ്പം മുതൽ. കാരണം നമ്മള് ചെറുപ്പം മുതൽ നമ്മൾ പുറത്തു നിന്ന് കാണുന്നതും വീക്ഷിക്കുന്നതും ഒബ്സർവ് ചെയ്യുന്നതും ഇവർ രണ്ടുപേരുമാണല്ലോ കൂടുതലും. ഓക്കെ. ഇപ്പം നിങ്ങൾ എന്തായാലും ഷൂട്ടിന്റെ തിരക്കിലായിരിക്കും നിങ്ങൾ എല്ലാവരും. അപ്പൊ മമ്മിക്ക് എക്സ്ട്രാ ഒരു കെയർ അല്ലെങ്കിൽ പപ്പയുടെ ഒരു സാന്നിധ്യം, ആ സാന്നിധ്യമാണ് നമുക്ക് എങ്ങനെയൊക്കെയാണെങ്കിലും പാച്ചപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റാത്തത്. എങ്ങനെ ഒരു ഹാപ്പിനെസ് ആക്കണം അമ്മേനെ? പറ്റില്ല. എന്നാലും ഷൂട്ടില്ലാത്തപ്പോ കൂടി അമ്മയുടെ അടുത്തേക്ക് പോവുക എങ്ങനെ? എന്നാലും എത്ര നേരം നമ്മൾ അമ്മയുടെ കൂടെ ഇരിക്കും, എത്ര നേരം നമുക്ക് അകത്ത് ഇരിക്കാൻ പറ്റും. നമ്മൾ കുറച്ചു നേരം കഴിയുമ്പോഴേക്കും നമ്മുടേതായ തിരക്കുകളും നമ്മുടെ പരിപാടികളും ഗാങ്ങും ഒക്കെ ആയിട്ട് നമ്മൾ പുറത്തേക്ക് പോകും. അപ്പം വീട്ടിൽ ഒറ്റപ്പെട്ട് പോകുന്നത് മമ്മിയാണ്. അവിടെ മമ്മിക്ക് ഒപ്പം കൂടെ ഉണ്ടായിരുന്ന ഡാഡിയായിരുന്നു. അപ്പൊ ആ ഡാഡിയുടെ ആ മിസ്സിങ് നമുക്ക് ഒരിക്കലും ഒരു തരത്തിലും ടച്ചപ്പ് ചെയ്യാൻ പറ്റുന്നില്ല ഞങ്ങളെ രണ്ടുപേരൊപ്പം. ഓക്കെ. ഞാൻ കൂടുതൽ ചോദിക്കുന്നില്ല, എനിക്ക് ഭയങ്കര സങ്കട ടോപ്പിക്കാണ്. സോറി ഫോർ ആസ്കിങ്. അവരുടെ ലൈഫിലുണ്ടാവും. അതെ അതെ അതെ, സത്യം. നിങ്ങൾക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ ഫാമിലി ഒരു സ്ട്രോങ്സ്റ്റ് പില്ലർ ആണ് നമ്മുടെ സുരേഷ് ഏട്ടൻ അല്ലേ? സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ഒരു മഹാനടൻ. ആ ഒരു ടാഗ് ലൈൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റാർ കിഡ് അല്ലെങ്കിൽ സ്റ്റാർഡം, അത് ഈ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ ഹേറ്റേഴ്സ് കൂടാൻ കാരണമായിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റാർ കിഡ് എന്നുള്ള ലേബൽ ആണോ ഇത്രയും ഹേറ്റേഴ്സ് വരാൻ കാരണം എന്ന് തോന്നുന്നില്ല. ഐ തിങ്ക് എടുത്ത ഡീറ്റെയിൽ പറഞ്ഞാലും BJP, അച്ഛൻ, എന്നെപ്പോ ഇൻ മലയാളം, ഫസ്റ്റ് മൂവി ഡൺ ഡു ടു വെൽ, ഇതെല്ലാം എനിക്ക് മറ്റേ ഒരു കാര്യത്തിന് മാത്രമല്ല കേട്ടിട്ടുള്ളത്, അഭിനയത്തിനും കേട്ടിട്ടുണ്ട്. പക്ഷെ അത് ഭയങ്കര കുറവായി പോയിരുന്നു. ഐ ഫീൽ ലൈക്ക് ഐ ഷുഡ് ഹാവ് ബീൻ ക്രിട്ടിസൈസ്ഡ് മോർ ഫോർ മൈ ആക്ടിങ്. അതായത് എനിക്ക് എന്താ എന്നെ അതിന് കൂടുതൽ കുറ്റം പറയാത്തതെന്ന് തോന്നിപ്പോയി. കുറ്റം പറയുമ്പോ ഒന്നില് BJP അല്ലെങ്കിൽ വീട്ടുകാർ, ഇങ്ങനത്തെ കാര്യങ്ങളിലോട്ട് വരുമ്പോ doesn't make sense. എന്റെ കരിയറിൽ ഒരു ബെനിഫിറ്റ് ഉണ്ടാവുന്നില്ല അതിൽ നിന്ന്. ഐ ലൈക്ക് ഫൈൻഡിങ് പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് ടു. നെഗറ്റീവിൽ നിന്ന് ഒരു പോസിറ്റീവ് എനിക്കിത് കിട്ടിയില്ല. അതായിരുന്നു എന്റെ ഏറ്റവും വലിയ വിഷമം. കുറ്റം പറഞ്ഞു, എന്റെ അഭിനയത്തിനെ പറഞ്ഞു. പക്ഷെ വെരി വിയർഡ് ടോപ്പിക് ടു എക്സ്പ്ലെയിൻ. കാര്യം അത്യാവശ്യം ഓബ്വിയസ് ആണ് എന്താ നടക്കുന്നത്. പക്ഷെ എന്നാലും ഞാൻ ഇവിടെ നിന്ന് എന്താ സംഭവിക്കേണ്ടതെന്ന് പറയേണ്ടി വരും. പറയുമ്പോഴത്തേക്കും ഞാൻ ഓബ്വിയസ് ആയ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യണം. ഈ ഫിലിം ഫാമിലിയിൽ ആയതുകൊണ്ട് തന്നെ യുവർ ഡെസ്റ്റിനേഷൻ ടു ഫിലിം എന്ന വളരെ ചെറുപ്പം തൊട്ടേ അറിഞ്ഞുള്ള ഒരു വ്യക്തിയാണോ, അതോ അൺഎക്സ്പെക്ടഡ് ആയിട്ട് മൂവിയിലേക്ക് എൻട്രി? ഇതേ ചോദ്യം ചോദിച്ചല്ലേ? ഇല്ല, ഇതേ ചോദ്യം ചോദിച്ചിട്ടില്ല.
ഓക്കെ. നോ, ഐ വോണ്ട് ടു ബി എ ഫുട്ബോൾ പ്ലെയർ. പക്ഷെ എല്ലാ ആഗ്രഹങ്ങളും നടക്കത്തില്ല. അത് അല്ലാതെ ഒരു ഡെസ്റ്റിനേഷൻ ആണ് തോന്നിയത് എപ്പോഴാ? ഫസ്റ്റ് മൂവിക്ക് ശേഷമാണോ അതോ? ഈ സത്യം പറഞ്ഞ ഈ സിനിമയുടെ ഒരു ഷൂട്ട് കഴിഞ്ഞ അതിന്റെ എഡിറ്റിംഗ് സ്റ്റേജിൽ വെച്ചാണ് എനിക്ക് പൂർണ്ണമായിട്ടും തോന്നിയത് ഓക്കെ ഈ ഒരു പരിപാടി നോക്കി ഐ കൻ ട്രൈ ദിസ് ലോങ്, ഐ നീഡ് ടു ഗെറ്റ് ബെറ്റർ. ഐ ഓൾവേസ് സെഡ് ദിസ്. എനിക്ക് തന്നെ ഞാൻ ബെറ്റർ ആവുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ നിർത്തിയിട്ട് എന്റെ സ്പേസ് വേറെ ആൾക്ക് ഞാൻ കൊടുക്കും. കാര്യം ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് സിനിമാസ് ഇറങ്ങത്തുള്ളൂ. ഈ ഓരോ സിനിമയ്ക്കും ലീഡ് ക്യാരക്ടർ എന്ന് പറയുന്ന ഒരെണ്ണോ രണ്ടെണ്ണോ കാണത്തുള്ളൂ. അപ്പൊ ഞാൻ എന്തിനാണ് വെറുതെ അങ്ങനത്തെ ഒരു ക്യാരക്ടറിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നതിനെക്കാൾ വേറൊരാളെ പകരമായിട്ട് ഞാൻ പോയി നിൽക്കുന്നത്? ഇഫ് ഐ നോ മൈസെൽഫ് ദാറ്റ് ഐ ആം നോട്ട് ഡൂയിങ് ഗുഡ്. അതുകൊണ്ട് എനിക്ക് തന്നെ പ്രൂവ് ചെയ്യാൻ ഒരു സമയം. ഇതിനു മുന്നേ നിങ്ങൾ ഇത്രയും കമ്പനി പരിചയപ്പെട്ടിട്ടില്ലല്ലോ, ഫസ്റ്റ് ടൈം ഈ ഷൂട്ട് സെറ്റിൽ വരുമ്പോഴാണോ പരിചയപ്പെടുന്നത്? ഈ സിനിമ അല്ല, നമ്മൾ നേരിട്ട് ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട്. അതായത് ഹോട്ടൽ ലോബീസിലേക്ക് ഷൈൻചാൻ വേറെ ഷൂട്ടിന്റെ എനിക്ക് പരിചയമുണ്ട്. ആ സമയത്ത് ഡബുള്ള സമയത്ത് അതേ ഹോട്ടലിലായിരിക്കും. അങ്ങനെ നമ്മൾ വല്ലപ്പോഴും കണ്ടിട്ടുണ്ട് 2 തവണ. ഐ തിങ്ക് അങ്കിളുടെ കൂടെ ഞാൻ മാരീഡിൽ വെച്ച് കണ്ടേ. അങ്കിളിനെ അന്നായിരുന്നു പരിചയപ്പെട്ടത്. എനിക്ക് പറയുമ്പോഴൊക്കെ മെമ്മറീസ് വരുന്നത് അങ്ങനെ കണ്ടിട്ടുണ്ട്. അതല്ല നമ്മൾ പ്രോപ്പറായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതും തമ്മിൽ ആരാണ് ഈച്ച് അതർ എന്ന് അറിയാൻ പറ്റുന്നതും ഈ സിനിമയിലൂടെ. അപ്പൊ മുന്നേ ഇപ്പൊ ഷൈൻ ചേട്ടനെ കണ്ടിട്ടില്ല, പക്ഷെ നമുക്കറിയാം ഷൈൻ ടോം എന്ന് പറഞ്ഞ ഒരു വ്യക്തിനെ അറിയാം. പരിചയപ്പെട്ടതിന് ശേഷം മനസ്സിലുണ്ടായ ഒരു മാറ്റം എന്തായിരുന്നു, ബിഫോർ ആൻഡ് ആഫ്റ്റർ? The best thing about me is അങ്ങനെ പറയുന്ന ഇനിയിപ്പോ ഞാൻ എന്നെ പൊക്കി പറഞ്ഞൊന്നും പറയും വേറെ കാര്യം. ബട്ട് ഐ ഡോണ്ട് ജഡ്ജ് പീപ്പിൾ ബിഫോർ മീറ്റിംഗ് ദം. And if anything, I would only judge them positively. ഞാൻ നെഗറ്റീവ് ഒരു പെർസെപ്ഷൻ വെക്കത്തില്ല. കാര്യം നമ്മൾ ആ ആളോട് നമ്മളോട് ചെയ്യുന്ന ഒരു തെറ്റാണ്. സ്റ്റോപ്പ് ബിൽഡിംഗ് നെഗറ്റീവ് എനർജി. ഞാൻ പോസിറ്റീവ്ലി ഒരാളെ പറ്റി ആലോചിക്കുമ്പോഴേ എനിക്ക് അതിനൊരു റീസൺ കിട്ടിയായിരുന്നു. അച്ഛൻ ഷൈൻ ചേട്ടനായിട്ട് പെരുങ്കളിയാട്ടത്തിന്റെ സെറ്റിൽ വർക്ക് ചെയ്തതിന്റെ കഥ. ജസ്റ്റ് ഒരു സൂപ്പർ സ്റ്റാർ ഷൈൻ ചേട്ടനെ പറ്റി പറഞ്ഞ അതായത് ഷൈൻ ചേട്ടനെക്കാളും എക്സ്പീരിയൻസ് ഉള്ള ഒരു ആക്ടറാണ് അച്ഛൻ ഷൈൻ ചേട്ടനെ പറ്റി പറഞ്ഞ റിമാർക്ക് എന്ന് പറയുന്നത് ഈസ് പ്ലേഫുൾ, ഭയങ്കര ചൈൽഡ് ലൈക്ക് ആണ്. പക്ഷെ ആക്ഷന്റെയും കട്ടിന്റെയും ഇടയ്ക്ക് ഡയറക്ടറിന് ഇതേപോലെ തലവേദന കൊടുക്കാത്ത ഒരു ആക്ടർ വേറെ കാണത്തില്ല. സോ ഈസി ടു വർക്ക്. അത് സുഹൃത്താട്ടിനും അത് അഗ്രി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ ഈസി ടു വർക്ക് വിത്ത്. ആൻഡ് ആസ് എൻ ആക്ടർ ബീയിങ് ഈസി ടു വർക്ക് വിത്ത് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് തിങ്സ് യു കൻ ഡു. അത് ചുമ്മാ നമുക്ക് ഒരു ദിവസം ഒരാൾക്ക് ഇങ്ങനെ പ്രിറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അതിന് കഴിവ് വേണം. ആ കഴിവിന് ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് ഗ്രൗണ്ടിങ് വേണം. ആ കഴിവ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയണം. എല്ലാ കഴിവുകളുള്ള വ്യക്തിയാണ്. I'm calling it. I'm sitting with a legend. So ഞാൻ ഇതൊന്നും പുറത്തുനിന്ന് ആളുകൾ പറയുന്നതാണ്. നമ്മൾ അകത്തുനിന്ന് എപ്പോഴും നമ്മുടെ സീനിയർ ആക്ടറിനെ പോലെ ആവാനാണ് ശ്രമിക്കുന്നത്. നമുക്ക് മുന്നേ അല്ലെങ്കിൽ നമുക്ക് മുന്നേ സംഭവിച്ചതും നമ്മുടെ മുന്നിൽ വന്നതുമായിട്ടുള്ള ഓരോ ആക്ടറിന്റെ ലൈഫാണെങ്കിലും അവരുടെ ആക്ടിങ് ആണെങ്കിലും ഇതൊക്കെയാണ് നമ്മുടെ ലെസൺസ്. അത് മമ്മൂട്ടിയാണെങ്കിലും മോഹൻലാലാണെങ്കിലും സുരേഷ് ഗോപിയാണെങ്കിലും ദിലീപേട്ടനാണെങ്കിലും നമ്മുടെ ഇൻഡസ്ട്രി ഈസ് ഫുൾ ഓഫ് അത്രയും സമ്പന്നമാണ് ആക്ടേഴ്സിന്. അതേപോലെ തന്നെ നമ്മൾ ഒരിക്കലും ഇൻഡസ്ട്രിയിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ഇവരുടെ എല്ലാവരുടെയും വർക്ക് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് നമുക്ക് പല ആളുകളിൽ നിന്നും കിട്ടും. അതേപോലെ ആവാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോ നമ്മൾക്കിപ്പോ ഈ പുതിയ കുട്ടികൾ പറയുന്നത് അല്ലെങ്കിൽ പുതിയ ആളുകൾ വരുമ്പോൾ പറയുന്ന എല്ലാ ഗുണങ്ങളും മുന്നേ ഉണ്ടായിരുന്ന ആളുകളുടെ അംശങ്ങൾ മാത്രമാണ്. അവരങ്ങനെ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ആവാൻ ട്രൈ ചെയ്യണം. അങ്ങനെ ആവണം എന്നുള്ള നമ്മുടെ ഭയങ്കര അധിനിവേശം. അത് സ്റ്റാർട്ടപ്പിനെ അല്ല, അവരെങ്ങനെയായിരുന്നു ലൊക്കേഷനിൽ ബിഹേവ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ അവരെങ്ങനെയായിരുന്നു സിനിമയോട്, അവരെങ്ങനെയായിരുന്നു ഷൂട്ടിംഗ് സമയത്ത്, അവരെങ്ങനെയായിരുന്നു ഷൂട്ടിങ്ങിനെ കണ്ടിരുന്നത്, അല്ലെങ്കിൽ അവരുടെ ഷൂട്ടിംഗ് ടൈം ആക്ഷൻ ടു കട്ടിന്റെ ഇടയിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതിനോടുള്ള അധിനിവേശമാണ്. അതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു പേഴ്സണൽ ലൈഫ് നമ്മൾ ആലോചിക്കാറേ ഇല്ല. പക്ഷെ നമ്മൾ വന്നതിന് ശേഷം അത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുകയും ഈ ആക്ഷൻ കട്ടിന്റെ ഇടയിലുള്ള സംഭവങ്ങളെ ആളുകൾ അധികം ചർച്ച ചെയ്യാതിരിക്കുന്നത് നമുക്ക് ഒരുപാട് വിഷമമുണ്ടാകും. ഇപ്പൊ നമ്മൾ നേരത്തെ എടുത്ത ഷൈൻ ചേട്ടന്റെ ഇന്റർവ്യൂസ് ഒക്കെ ഭയങ്കര ഫൺ, ജോലി അല്ലെങ്കിൽ ഇങ്ങനത്തെ ലൈക്ക് എങ്ങനെയായിരുന്നു ഷൈൻ ചേട്ടൻ? അങ്ങനെ ഇപ്പൊ കുറച്ചും കൂടെ മെച്ചുവറായി, എന്താ പറയാ, ഒരു ഉണ്ട്. പക്ഷെ നമ്മളോട് ഫ്രീ ആയിട്ടായിരുന്നു എല്ലാവരുമായിട്ടൊന്ന് ഫ്രീ ആയിട്ട് നേച്ചർ നിങ്ങൾക്ക് എല്ലാവർക്കും തരാമെന്ന് പറഞ്ഞ് കൊടുത്ത ഒരു പാവമാണ്. ആദ്യം കൈ കിട്ടിയപ്പോ എല്ലാരും കൂടെ എടുത്ത് കളയാക്കി കുറ്റം പറയുകയും ചെയ്തത്.
അതെല്ലാരും ഒന്ന് ഞങ്ങളില്ലാത്ത ഞങ്ങളില്ല ഈ മാറ്റം അപ്പം എല്ലാരും ആ പെർസെന്റേജ് ഓഫ് പീപ്പിൾ ഉണ്ടാവും. ഈ മാറ്റം ഞാൻ എന്താണോ ചെയ്യുന്നത് അത് എന്നെയും കൂടി ബോറടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ആത്യന്തികമായിട്ട്. അത് ആ ചെയ്യുന്നതിൽ ഞാൻ ബോറടിച്ചപ്പോഴാണ് ഞാൻ കുറച്ച് മെച്ചോർഡ് ആവുന്നത്. ഇതിൽ കുറച്ച് ബോറടി ആവുമ്പോ ഞാൻ കുറച്ച് പഴയതുപോലെ അങ്ങനെ ഈസിലി നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. നമ്മളെയാണല്ലോ നമ്മൾ ആത്യന്തികമായിട്ട് എന്റർടൈൻ ചെയ്യിപ്പിക്കേണ്ടത്. പക്ഷെ അത് മതിയായിരുന്നു ഷൈൻചേട്ടൻ. ഇപ്പൊ എനിക്കും കൂടി ബോറടി ആവുമ്പോഴാണ് ഞാൻ ചേഞ്ച് ചെയ്യുള്ളൂ. പിന്നെ ഈ ഇന്റർവ്യൂസ് ഒരുപാടാകുമ്പോ ഓട്ടോമാറ്റിക്കലി അങ്ങനെയാവും. മെച്ചോർഡ് ആയിട്ടുള്ളത് മാറി 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 അത് ആ രൂപത്തിലേക്കാവും. ഇപ്പൊ സൈലന്റ് ആയി ഒരു മാറ്റം. അത് ലൈക്ക് ഇന്റൻഷനലി എടുക്കുന്ന മാറ്റാണ്. എടുക്കുന്നത് അല്ല, ഗ്രാജുവലി അങ്ങനെ നാച്ചുറലി ഉണ്ടാവുന്നതാ. നമ്മളിപ്പോ ഒരു ക്ലാസ്സിൽ തുടക്കം ഇപ്പൊ ഒരു 4th സ്റ്റാൻഡേർഡ് ബിഗിനിങ്ങിൽ നമ്മൾ ക്ലാസ്സിൽ ഇരിക്കാൻ വിചാരിക്കുന്നതും നമ്മൾ ഒരു നല്ല കുട്ടിയാവാൻ ശ്രമിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അതൊരു 1.5 മാസം കഴിയുമ്പോഴേക്കും നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അല്ലെങ്കിൽ ക്ലാസ് തുടങ്ങിയിട്ട് ഒരു 4ാമത്തെ 5ാമത്തെ പീരീഡ് ആകുമ്പോഴേക്കും എന്തായിരിക്കും? ഇപ്പം സുരേഷേട്ടനെ കുറിച്ച് പറഞ്ഞോണ്ട് ചോദിക്കാണ്, അച്ഛനിൽ നിന്ന് പഠിച്ച ഒരു ഓഫ് സ്ക്രീൻ ആൻഡ് ഓൺ സ്ക്രീൻ ഒരു വാല്യൂ അല്ലെങ്കിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എന്തായിരിക്കും മാധവ് പറയുന്നത്? ഓൺ സ്ക്രീൻ വുഡ് ബി റിയലൈസിങ് യുവർ ഇമ്പോർട്ടൻസ്. കാര്യം നമ്മുടെ ഒരു മിസ്റ്റേക്ക് കാരണം വേറൊരാളുടെ ടൈം പോകാൻ പാടില്ല. സോ മിസ്റ്റേക്സ് മാക്സിമം എലിമിനേറ്റ് ചെയ്യാൻ ആ ശ്രദ്ധ കൊണ്ടുവരിക. ഒരു പോയിന്റിലും കാഷ്വൽ ആയിട്ട് പോയിട്ട് ഒരു കാര്യം ചെയ്യല്ലേ. ബി അസർട്ടീവ് അബൌട്ട് വാട്ട് യു ആർ ഡൂയിങ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇന്റൻഷനലി ചെയ്യുക. ഞാൻ ഈ ഷോട്ട് റീടേക്ക് അല്ലേ, 3ാമത്തെ എനിക്ക് ഷോട്ട് എന്തെന്ന് അറിയാന്നല്ല. ഫസ്റ്റ് ടേക്കിനും സെക്കൻഡ് ടേക്കിനും തേർഡ് ടേക്കിനും ഫസ്റ്റ് ടേക്കിനും പ്രിപ്പയർ ചെയ്ത് പോകുന്ന പോലെ ഫ്രഷ് ആയിട്ട് പോകണം. ആ ഒരു യു ഷുഡ് കീപ് യുവർ സെൽഫ് ഓൺ ദി എഡ്ജ് വെൻ യു വർക്കിംഗ്. നമ്മുടെ ഒരു കെയർലെസ്നെസ് കാരണം ഒരു മിസ്റ്റേക്ക് ഉണ്ടാവരുത്. മിസ്റ്റേക്സ് ഉണ്ടാവാം, പക്ഷെ minimize it. That on screen, and I feel like off screen is same thing Shine Jordan said, ignore. Live your life. ഞാൻ കുറച്ചും കൂടെ live and let live വിചാരിക്കുന്ന ആളാണ്. അതായത് ഇപ്പൊ I will live my life and let you live your life, please do the same. അത്ര എക്സ്പെക്ട് ചെയ്യുന്ന ഒരാൾ. അച്ഛൻ അതുപോലും ഇല്ല. I live my life, നിങ്ങൾ എന്ത് വേണേലും പറഞ്ഞോ, ഞാൻ എന്താ ചെയ്യുന്നത് എനിക്കറിയാം. അത് കണ്ടാണ് I should go. ഞാൻ വേറൊരാളാവും, പക്ഷെ അതുപോലെ ആയാൽ ചിലപ്പോ എനിക്ക് എന്റെ കരിയർ നന്നായിരിക്കും. ഷൈൻ ചേട്ടാ, ഇപ്പൊ ഷൈൻ ചേട്ടൻ ഇപ്പം ഫിലിമിന്റെ എണ്ണം എടുത്ത് നോക്കുമ്പോ തന്നെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 100 കഴിഞ്ഞു. 100+ ആയി. ഇപ്പം ഷൈൻ ചേട്ടനോട് ഇപ്പൊ ഒരാൾ ചോദിക്കുകയാണ്, താങ്കൾ ഒരു സക്സസ്ഫുൾ ഒരു ആക്ടർ ആണോ, അല്ലെങ്കിൽ ഡു സക്സസ് ഇൻ യുവർ കരിയർ ഒരു ലൈഫ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഷൈൻ ചേട്ടൻ പറയുന്നത്? നിങ്ങളിപ്പോ എത്ര പ്രായം, എത്ര വർഷം, ഏത് വർഷം ജനിച്ചത്? ഞാനോ 1999. നിങ്ങൾക്ക് മതിയായി തോന്നുന്നുണ്ടോ? അതേപോലെ തന്നെ എത്ര ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരിക്കും? ഇനി ഡിന്നറും മതിയാക്കാൻ തോന്നിയിട്ടുണ്ടോ? ഇതിലെ ബെസ്റ്റ് ഡിന്നർ എന്ന് പറയാൻ പറ്റൂ? ഇല്ല. ഇപ്പോഴും നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ബെസ്റ്റ് ഡിന്നറിന് വേണ്ടിയിട്ടാണല്ലോ, അല്ലേ? വിശപ്പ് മാറിയിട്ടില്ല. അതേപോലെ തന്നെ ഈ ഷൈൻചേട്ടനാണ് ഞങ്ങൾക്ക് ആവശ്യമല്ലോ. ചെറുതായിട്ട് ചോദിച്ചു വാങ്ങിയതല്ലേ. മെച്ചൂർഡ് ആയിട്ടുള്ള ഒരു ആൻസർ പറയാം എന്തായാലും. നേരത്തെ മെച്ചൂർഡ് ആയിട്ട് ഇരുന്നപ്പോഴത്തേക്കും പ്ലേഫുൾ ആവാൻ പറഞ്ഞു, ഇപ്പൊ പ്ലേഫുൾ ആവുമ്പോഴത്തേക്കും മെച്ചൂർഡ് ആവാൻ പറയാം. എന്ത് ചെയ്താലും കുറ്റമാണ്. അല്ല, ഈ ആക്ടറിന്റെ അടുത്ത് ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ടറിന് തിരിച്ചിങ്ങനെ ചോദിക്കാനേ പറ്റുള്ളൂ. ഒരു മനുഷ്യനും ഒരാളുടെ ജീവിതവും ഇന്നേ നിമിഷം വരെ കൊണ്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടാവും. സക്സസ് അതേപോലെ തന്നെ സക്സസ് ആയെന്ന് ചോദിച്ചാൽ ആരെങ്കിലും പറയൂ? ലൈഫ് ലോങ് എങ്ങനെ സക്സസ്ഫുൾ ആവും? നമുക്ക് ട്രൈ ചെയ്യാനേ പറ്റുള്ളൂ, സാറ്റിസ്ഫൈഡ് ആക്കാനേ പറ്റുള്ളൂ. ആ സാറ്റിസ്ഫൈ പലപ്പോഴും സംഭവിക്കാറില്ല, പലപ്പോഴും സംഭവിക്കും. പിന്നെ സക്സസ്ഫുൾ ആവും, ട്രൈ ചെയ്യും, പക്ഷെ സക്സസ്ഫുൾ ആവാത്തതൊന്നും സക്സസ്ഫുൾ ആവാത്ത ഒരു അവസ്ഥയല്ല ആക്ച്വലി. മനസ്സിലായോ? അതിലേക്ക് നമുക്ക് ട്രൈ ചെയ്യാനുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ആ സാഹചര്യം വീണ്ടും വീണ്ടും ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ളത് മാത്രമാണ് നമ്മൾ നോക്കേണ്ട കാര്യമുള്ളൂ. നമുക്ക് വീണ്ടും നാളേക്ക് ചെയ്യാൻ വർക്കുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കണം. സക്സസ്ഫുൾ ആയി നാളെ വർക്കില്ല എന്ന് പറഞ്ഞിരുന്നിട്ട് എന്താ കാര്യം? എക്സ്പെക്ടേഷനിലാണ് ഞങ്ങൾ പ്രേക്ഷകരെ പോയി നാളെ പോയി കാണേണ്ടത്. മൂവി എന്നുള്ള രീതിയിൽ ഡയറക്ടർ അതൊരു സിനിമയാക്കി അത് പോയി കാണുക. ഇതിൽ ഇൻവോൾവ് ആയ ആർട്ടിസ്റ്റിനോടുള്ള ഇഷ്ടമോ ഇഷ്ടമില്ലായ്മയോ കൊണ്ടോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിന്റെ അച്ഛന്റെ രാഷ്ട്രീയം കൊണ്ടോ ജസ്റ്റ് വെറുതെ സിനിമയുടെ വില കൊണ്ട് കളയരുത്. സിനിമ കണ്ട് അതിനെപ്പറ്റി ഓണസ്റ്റ് ആയിട്ട് അഭിപ്രായം പറയുക. അത് ഞാൻ നിങ്ങളുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ എനിക്കും ബെറ്റർ ആവണമെന്നുണ്ട്. ബെറ്റർ ആവും, നിങ്ങളുടെ അഭിപ്രായം കൊണ്ടേ പറ്റത്തുള്ളൂ. സോ
ഒരു ഓണസ്റ്റ് ഒരു സിനിമ സൈഡിൽ നിന്ന് ഒരു ആക്ടറിന്റെ സൈഡിൽ നിന്ന് എനിക്ക് ആ ഒരു ഫീഡ്ബാക്ക് തരുക. ഐ വിൽ മേക്ക് ഷുവർ ഐ യൂസ് ഇറ്റ്. ഓക്കെ, അപ്പൊ ഞങ്ങൾ ആ ഒരു എക്സ്പെക്ടേഷനിൽ മാത്രമാണ് നാളെ പോയി കാണുന്നത്. നമ്മുടെ സ്വന്തം ഷൈൻ ചേട്ടന്റെയും മാധവിന്റെ അങ്ങനെ ഒരുപാട് നല്ല അല്ലെ ബ്യൂട്ടിഫുൾ ആൻഡ് ടാലന്റഡ് ആക്ടേഴ്സ് ഉള്ള അംഗം അട്ടഹാസം നാളെ തിയേറ്ററിലേക്ക് എത്തുകയാണ്. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.